നിലമ്പൂരിൽ കൗണ്ടിംഗ് പുരോഗമിക്കുകയാണ്. UDFിൻ്റെ വിജയം ഉറപ്പാക്കുന്ന ഘട്ടത്തിലാണ് എന്നാണ് UDF നേതാക്കളൊക്കെ അവകാശപ്പെടുന്നത്. ഏതായാലും സാദിഖ് അലി തങ്ങൾ നമുക്കൊപ്പം ചേരുകയും ചെയ്യുന്നു. വലിയ പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. UDF പ്രതീക്ഷിച്ച ഒരു വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അൻവർ, ആര്യാടൻ ഷൗക്കത്ത്, പിന്നെ അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് നിലമ്പൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വലിയ വിജയത്തിലേക്ക് നയിക്കുന്നത്. പിന്നെ UDF വളരെ ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൻ്റെയൊക്കെ ഒരു വിജയമാണ് അവിടെ ഉള്ളത്. PV അൻവർ വലിയൊരു ഫാക്ടറാവുന്നു. അത് പിന്നെ അദ്ദേഹം വാങ്ങിയ വോട്ടുകൾ എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണ് അദ്ദേഹത്തിന് കൂടുതലും കിട്ടിയിട്ടില്ല എന്നാണ്. KPCC അധ്യക്ഷൻ തന്നെ പറയുന്നു, ഇത്രയും വോട്ട് നേടിയ ഒരാളെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതായത് PV അൻവറിൻ്റെ UDF പ്രവേശനം സുഗമമാകുന്നു എന്നാണോ? അതൊക്കെ നമുക്ക് വിലയിരുത്താനാവുന്നതേ ഉള്ളൂ. ഏതായാലും ഇലക്ഷൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് അറിയട്ടെ, അതിനുശേഷം നമുക്കൊരു വിശകലനമൊക്കെ നടത്തിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഉള്ള തീരുമാനത്തിലെത്താം. മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിപ്രായം PV അൻവറിനെ അവഗണിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണോ? മുസ്ലിം ലീഗിൻ്റെ തീരുമാനം, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ലക്ഷ്യം വയ്ക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിലെ വിജയമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF അധികാരത്തിൽ തിരിച്ചു വരണം. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഒരു ചുവടുവെപ്പാണ് ഇപ്പോൾ നമുക്ക് പിന്നെ നിലമ്പൂരിൽ ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകും. അതായത് നിലമ്പൂരിനപ്പുറത്തേക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുണ്ട്, അതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അവിടെ കൂട്ടാവുന്ന ആളുകളെയൊക്കെ കൂട്ടി മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും അത് അധികാരത്തിൽ UDFിനെ കേരളത്തിലേക്ക് അധികാരത്തിൽ എത്തിക്കേണ്ടത് എന്നത് ജനങ്ങൾ തന്നെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ജനങ്ങളുടെ ആ ആഗ്രഹത്തിനനുസരിച്ച് UDFിന് അധികാരം തിരിച്ചു കൊണ്ടുവരാൻ എന്താണോ രാഷ്ട്രീയമായിട്ട് ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ ചെയ്യാൻ UDF തയ്യാറാവും. പോത്തുകലിലടക്കം UDFിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഭരണവിരുദ്ധ തരംഗമുണ്ട് എന്ന് ഉറപ്പാക്കുന്ന നിലയിലാണ് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും പിന്നെ ഇടതുപക്ഷത്തിന് സ്വാധീനമുണ്ട് എന്ന് പറയപ്പെടുന്ന പഞ്ചായത്തുകളിൽ തന്നെ ഇപ്പോൾ ഷൗക്കത്തിന് നല്ല വോട്ടുകളുടെ ഒരു മാർജിൻ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അവിടെയാണ് ചോദിക്കുന്നത് അൻവറിൻ്റെ സ്വാധീനം. അവിടെ ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണത്. UDF പിന്നെ പ്രചാരണ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയമാണ് പറഞ്ഞത്. മറ്റുള്ളവരാണ് മറ്റു പലതും പറഞ്ഞ് വോട്ട് നേടാൻ ശ്രമിച്ചത്. പക്ഷേ അതൊന്നും ജനങ്ങൾ വിലക്കെടുത്തിട്ടില്ല. രാഷ്ട്രീയ വിജയമാണ്, UDFിൻ്റെ രാഷ്ട്രീയ വിജയമാണ് നമുക്ക് നിലമ്പൂരിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും സർക്കാരിനെതിരെയുള്ള വോട്ടായിട്ട് തന്നെ വേണം അൻവറിന് കിട്ടിയിരിക്കുന്ന വോട്ട് കൂടി പരിഗണിക്കാൻ. തീർച്ചയായിട്ടും അവിടെ UDFിന് അനുകൂലമായിട്ടുള്ള വോട്ടുകളാണ്, അത് സർക്കാർ വിരുദ്ധമായിട്ടുള്ള വോട്ടുകളാണ്. തീർച്ചയായിട്ടും നിലപാട് വ്യക്തമാക്കുന്നു. PV അൻവറിനെ ഒഴിവാക്കാൻ കഴിയാത്തൊരു ശക്തിയാണ്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പുകൾ PV അൻവറിൻ്റെ ശക്തി കൂടി ഉപയോഗപ്പെടുത്തി വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹം മുസ്ലിം ലീഗ് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അവരും പറയുന്നത്. പ്രധാനമായും പോത്തുകല്ലിലടക്കം UDFിന് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഷബീർ വടക്കേക്കരിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.